സീസൺ 5 ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, അത് എൻ്റെ മോൾ ഷൈനാണോ ഏഷ്യനെറ്റ് എനിക്കറിയത്തില്ല, പക്ഷേ ഇവർ 2 പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത്, വിച്ച് ഇസ് ബിഗ് ബോസ്. ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന, ഏറ്റവും കൂടുതൽ എന്താണ് പറയുക, ബാക്കിൽ നിന്ന് താങ്ങി പിടിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അഖിൽ മാരാർ. 101%. അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഇത് പിന്നെ ഇവനങ്ങനെ ബ്രോ ഓപ്പണായിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഒരാളെ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു. അപ്പോൾ തന്നെ മറ്റേ ആൾ ഫ്ലിപ്പായിട്ട് മറ്റേ ആൾ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫൈനലി ഇയാൾ ക്ഷമിച്ചു. എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ തീർത്തു. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പം അത് ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത്. അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോകാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട്. ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ് അയാളുടെ കൺമുന്നിൽ അയാൾ കാണുന്നത്. അപ്പോൾ അയാൾ റിയാക്ട് ചെയ്തു. അപ്പോൾ അയാൾ ഇത്രയായിട്ട് ഷോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പോൾ അയാൾ വെറുതെ ഇപ്പം ഒരു വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് പുള്ളി കയറി അല്ല ഇങ്ങനെ ചെയ്യൂ, അല്ല ഇതൊരു ഇഷ്യൂ ആക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളി അവിടെ അന്നൊരു പുഷോ അല്ലെ ഒരു ഷോൾഡർ ഇതായിട്ടൊരു നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം സ്ട്രെങ്ത്തോടെ നടന്നൊരു കാര്യം. ഇവിടെ ഞാനത് വന്ന് ലേറ്റർ ചാനലിൽ അല്ല ഇതിൽ കാണാനിടയായി. അപ്പോൾ അതിൻ്റെ ബാക്ക് ഷോട്ട് വെച്ച് വളരെ ലൈറ്റായിട്ട് എന്തോ ഒരു സംഭവം സംഭവിച്ച പോലെയാണ് അത് കാണിച്ചേക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ പാടെ എല്ലാവരും പുള്ളിനെ വന്ന് പിടിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഷായിട്ട് പുള്ളി ചെയ്തൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് അവിടെ നിന്നൊരാൾ നേരത്തെ ഈ പറയുന്ന ഈ ഷോ ഇത്രയും കണ്ട് ഇത്രയധികം ആൾക്കാർ മറ്റേ ഈ ഷോയിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ അത് കണ്ട് പുള്ളിക്ക് സംഭവിച്ചൊരു പരിപാടിയാണെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അവിടെ മറ്റേ രോക്ഷമായി സംസാരിച്ച് പുള്ളി അവിടെ നിന്ന് ഇതൊക്കെ ചെയ്ത് പിന്നെ പോയി. അപ്പം ഞാൻ അതിൻ്റെ ഇതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഈ വിഷയം ഇത് ക്ഷമിച്ചതാണോ അല്ല ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇവിടുന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി. എല്ലാവരും പറഞ്ഞു നീ എന്താണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു എന്തായാലും ഞാനിത് ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇവരെന്നൊക്കെ പറയുന്നൊരു സെറ്റപ്പിലാണ് പുള്ളി പോയത്. പക്ഷേ ഫൈനലി പുള്ളീനെ കൺവിൻസ് പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളീനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ അത് പുള്ളി അവിടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. അപ്പം ഞാനതിൽ കൂടുതൽ ഡിഗിൻ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അത് പുള്ളിയുടെ പെർസ്പെക്റ്റീവാണ്. അല്ല മറ്റുള്ളവർ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഓപ്പണായിട്ട് ഞാൻ വന്ന് പറയുന്നത്. എല്ലാവരും നമസ്കാരം. സോ നമ്മുടെ റിനോഷ് ബ്രോവിന്റെ ഈ ഒരു വീഡിയോ അരമണിക്കൂർ മുന്നേ കാണാനിടയായി. സത്യം പറയാൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും കുറച്ച് സങ്കടവും തോന്നി. പക്ഷേ എന്താ പറയാ, താങ്ക് യു ബ്രോ, താങ്ക് യു റിനോഷ് ബ്രോ. കാരണം ഈ ഒരു സത്യം എപ്പോഴെങ്കിലും തുറന്ന് പറയാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സിന് ഒരുപാട് നന്ദി. ഞാൻ പേഴ്സണലി സത്യം പറയാൻ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരു വീഡിയോ കണ്ടപ്പോൾ. കാരണം റിനോഷ് ബ്രോ ബിഗ് ബോസ് സീസൺ 5 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു. എന്താ നടന്നതെന്നുള്ളത് എല്ലാം ബ്രോ കണ്ടിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് ജുനൈസും നമ്മുടെ അഖിൽമാരാറും കൺഫെഷൻ റൂമിന്റെ അകത്ത് പോയതിനു ശേഷം എന്താ നടന്നതെന്നുള്ളത്. അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞാൻ കുറ്റക്കാരനായി അല്ലേ. അതിനുശേഷം ബിഗ് ബോസ് എന്നെ പുറത്താക്കുന്നു അല്ലേ. അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഗ്രാൻഡ് എക്സിറ്റ് ട്രോള്, എന്നിട്ട് അത് അവര് പിൻവലിച്ചു അല്ലേ. ബിഗ് ബോസ് എത്രയൊക്കെ നിങ്ങൾ കള്ളത്തരങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഗട്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ, സത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും. ഓക്കെ സോ മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ എന്തുമാത്രം ദ്രോഹിച്ചത് നിങ്ങൾ അന്ന് ഓർത്തില്ലേ. ഞാൻ ആ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ട് എന്തുകൊണ്ട് ഇറങ്ങിയെന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചാണല്ലോ. അവിടെ നടന്ന കാര്യങ്ങൾ, ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ അന്ന് നടന്ന ആൾക്കാർ കണ്ടതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് റിനോഷ് ബ്രോ ഈ ഒരു സത്യം തുറന്ന് പറഞ്ഞതിൽ ഒരുപാട് നന്ദി. അന്ന് ഞാൻ അതിനുശേഷം ഒരുപാട് എന്നെ എന്താ പറയാ മെന്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു. നിങ്ങൾ റിനോഷ് ബ്രോന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. വീഡിയോസ് ചെയ്ത എന്നെ ട്രോളി ആൾക്കാര്
അന്ന് നടന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല പുറത്ത് ഇവരെ കാണിച്ചത്. ഇവരതൊന്നും വലിയ കാര്യമാക്കാതെ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ, ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് പുറത്ത് കാണിച്ചു. എനിക്കുണ്ടായ സെയിം ഇൻസിഡന്റ് ഞാൻ സീസൺ 5 എന്റെ കൺമുന്നിൽ കണ്ടപ്പോൾ ആ അനീതിക്കെതിരെ ഞാൻ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തത് ഏഷ്യനെറ്റിലെ കുറച്ചു പേർ അത് വൃത്തിയിട്ട രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ കുറ്റക്കാരനാക്കി. അല്ലേ? സത്യങ്ങൾ എന്നാണെങ്കിലും ഒരു ദിവസം പുറത്തു വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് താങ്ക് യു റിനോഷ് ബ്രോ. ഈ ഒരു സത്യം എനിക്ക് അറ്റ്ലീസ്റ്റ് ബ്രോയിന് ഇതൊന്നും പറയാൻ തോന്നില്ല. ഐ ഫീൽ ഹാപ്പി ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.